അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 78 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 1, 2024 അപ്പോൾ ഇനി തൊട്ട് നല്ല വെയിലായിരിക്കും, ഒടുക്കത്തെ വെയിലായിരിക്കും. മാർച്ച് മാസം ഭയങ്കര വെയിലായിരുന്നു, അതിനേക്കാളും ഡബിൾ ആക്കി ഏപ്രിലിൽ. അപ്പോൾ എന്തായാലും നമ്മൾ തയ്യാറായി നിൽക്കണം. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 6:15 ആയിട്ടുണ്ട്. 6 മണിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 to 10 വർക്ക് ചെയ്യാൻ സമയം വൈകുന്നേരം. അപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ അടിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പോഴും പോലെ പൂജപ്പുര മെയിനോട് പോകും. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ പറയില്ല. ഇത് സോളോ റൈഡാണ് അല്ലേ? ക്യാമറയ്ക്ക് എന്തുവാ പറയാനുള്ളത് പറ. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും എന്താണ് പറഞ്ഞപ്പോ മേഡം എന്താണ് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിക്കണം. പോന്നാ ഒരു കള്ളിപ്പെട്ടാണ്, ഒന്നും പറയാൻ നമ്മൾ ഇടയ്ക്കാതെ. ഞാൻ കഷ്ടപ്പെട്ട് ഒരു സെറ്റപ്പിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു റീടേക്ക് എടുക്കാതെ. അതിനിടയ്ക്ക് ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ റീടേക്ക് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോന്നേക്ക് ജീവിച്ചോട്ട്. ശരി, ഓക്കെ. പോട്ടെ, സമയം എച്ചിലാണ്, കുഴപ്പമില്ല. ഇപ്പൊ പോന്നാ. കമോൺ ഗായ്സ്, കട്ടക്ക് നിക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിക്കണം. പറ. അപ്പോൾ പേഴ്സ്, ഫോണ്, റെയിൻ കോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പോന്നാ. അപ്പം എന്തായാലും മഴ ഉണ്ട്. ഇതാ നല്ല കാർമയൊക്കെ ഉണ്ട് സൂപ്പറായിട്ട്. ചിലപ്പോൾ ഇടിയും മിന്നലും കാണും, അതുകൊണ്ട് തയ്യാറായിട്ട് പോവാം. അപ്പോൾ മഴ പെയ്ത സർജുണ്ട്, സർജ് കെട്ടിക്കഴിഞ്ഞാൽ നല്ല സമ്പാദിക്കാൻ പറ്റും. കമോൺ, വേറെ വിഷയമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്ലാക്ക് ബൈസ് റെഡിയാണ്, ബാഗെല്ലാം പാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയാൽ മതി. ഓക്കെ, പോന്നാ. അങ്ങനെ ബ്ലാക്ക് ബൈസിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്, വാറൻറ്റി ഉണ്ടായിരുന്നു, ഫ്രീ ആണ്. അപ്പോൾ ബാറ്ററി മാറ്റിയപ്പോൾ സംഭവം ഓക്കെയാണ്, സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ട്, നല്ല പവറുണ്ട്. ഓ, ലൈറ്റായിട്ട് മഴ തൂറ്റിയാണ്, കുഴപ്പമില്ലല്ലോ, പോകാമല്ലോ. ശരി, ഓക്കെ, ബൈ, സീ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര മെയിൻ റോഡ്. അവിടെ പോയി നിൽക്കാം, ഒരു 10 മിനിറ്റ് നിന്ന് നോക്കാം. ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ. മഴ വരുത് കുടൈ കൊണ്ടുവാ, അടിപൊളി മഴ വരുന്നല്ലോ. ലൈറ്റായിട്ട് മഴ തൂറ്റിയാണ്, റെയിൻ സർജ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ റെയിൻ സർജും കെട്ടും, ഓർഡർ പേയ്മെൻറ്റ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഓർഡറിന് ഇങ്ങനെ പോലെ 50 കിട്ടുമായിരിക്കും അല്ലേ? സൂപ്പർ. എത്ര മാസങ്ങളായി മഴ കണ്ടിട്ടല്ലേ? അപ്പോൾ എന്തായാലും കുളിച്ച് നനയാം. കമോൺ ഗായ്സ്. ഓക്കെ, നമ്മളെല്ലാം പൂജപ്പുര മെയിൻ റോഡെത്തി. ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് അസീസ് റെസ്റ്റോറൻ്റാണ് പൂജപ്പുര അടുത്ത്. അവിടെ സൂപ്പർ. എന്താ സർജുണ്ട്, 20 രൂപ. ഓക്കെ, പ്രിപ്പയറിങ്ങിട്ട് 5 മിനിറ്റാണ്, വെയിറ്റ് ചെയ്യാം. ഇവിടെ ഫുൾ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. എങ്ങനെ ക്രോസ് ചെയ്യാൻ പോകണമെന്തോ. റൈറ്റ് ലെഫ്റ്റ് 2 സൈഡ് നോക്കിയോ ഒന്ന് ചെറിയ ഗ്യാപ്പ് ഒഴിവ് ചാടി കയറിക്കോണം, മനസ്സിലായി? അതാണ് നമ്മുടെ കളിയുള്ളത്. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കലയാണ് അല്ലേ? ഇത് കറക്റ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. ക്ഷമ വേണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ക്ഷമ ഉണ്ടെങ്കിൽ ലൈഫിൽ എവിടെ വേണം എത്താൻ പറ്റും. പക്ഷെ ലേറ്റാവും എന്ന് മാത്രമേ ഉള്ളൂ. ലേറ്റായ കുഴപ്പമെന്ത്, ആയുസ് കാണുമല്ലോ അല്ലേ? ഇതാണ് ഇന്നത്തെ മെസ്സേജ്. 8388 അത് തന്നെ. പോന്നാ, കമോൺ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണി ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നന്ദൻകോടാണ്. ഇവിടുന്ന് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബറോട്ട വിത്ത് ചിക്കൻ ബരട്ട്, ബറോട്ട വിത്ത് ചിക്കൻ കറിയാണ്. ആ ഗോവിന്ദ ഗോവിന്ദ ആലല ഗോവിന്ദ ആലല ഗോവിന്ദ. കുറച്ച് മുമ്പ് ഷോർട്സിൽ കേട്ട പാട്ടാണ്. നമ്മൾ ഏത് പാട്ട് കേട്ടാൽ അപ്പം തന്നെ പാടിക്കൊണ്ടിരിക്കും അതേ ഫുള്ളായിട്ട്. നമ്മളങ്ങനെ പാളം എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് തണുത്ത കാറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ കാണും ലൈറ്റായിട്ടെങ്കിലും അല്ലേ? ലൈറ്റായിട്ട് പെയ്താൽ പോരാ, നല്ല പെയ്താൽ തണുക്കുള്ളൂ ഭൂമി തണുത്താലേ നമുക്ക് സുഖമായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? അയ്യോ, ആ മഴയ്ക്ക് എന്ന് വരാൻ പോകണമെന്തോ. ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസം സഹിക്കാൻ പറ്റില്ല അല്ലേ? ബാക്കിയുള്ള മാസങ്ങൾ കുഴപ്പമില്ലേ, കുറച്ച് വെയിലും മഴയൊക്കെ അങ്ങനെ മാറി വരും. ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്താൽ 30 മണിക്കൂർ വർക്ക് ചെയ്ത ഫീലാണ്. എന്ത് ചെയ്യാൻ? ആഹാരം ഒന്നും വേണ്ട, കാരണം വെള്ളം കുടിച്ചോണ്ടിരിക്കുകയല്ലേ. വെറും വെള്ളം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ആ ലെവലായി ഇപ്പം. ഓക്കെ, ഇവിടെ നേരാണ് പോകേണ്ടത്. നമ്മളിങ്ങനെ കയറാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ കയറേണ്ടത്. ഇതാണ് കറക്റ്റായ പാസിങ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പാർക്കെങ്കിലും PMG ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് നന്ദൻകോട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ കയറാൻ പാടില്ല. ഞാൻ അപ്പം നിൽക്കണില്ല, ഇതുപോലെ കയറണം. ഓക്കെ, ചെറിയ മെസ്സേജ് ഇത്ര തന്നെ. ഇതുപോലെ വൈകുന്നേരം പാട്ടൊക്കെ കേട്ട് റൈഡ് പോകണം, സൂപ്പർ വൈബാണ് അല്ലേ? ഞാൻ പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയണമെന്നേ ഉള്ളൂ. പാട്ടെന്ന് പറഞ്ഞ സാധനം നിസ്സാര ഒരു കേസല്ല.
അതൊരു വലിയൊരു എന്ത് പറയാം, ഒരു എനർജി സോഴ്സാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആകുമ്പോൾ പാട്ട് പാടിക്കണം, ഇഷ്ടമുള്ള പാട്ട്, മോട്ടിവേഷൻ പാട്ട് പാടിക്കണം. തീരെ സാഡായി കഴിഞ്ഞാൽ മുന്നേറാൻ പാടാണ്. എപ്പോഴും നമുക്ക് മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. എപ്പോൾ നോക്കിയാലും മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ എന്തോന്ന് ജീവിതം, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പല ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ലൊക്കേഷൻ എത്തി. ഇവിടെ അല്ലേ ശങ്കർ അല്ലേ? ശരിയാണ്. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 62 രൂപ 60 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സർജുണ്ടോ? സർജുണ്ട്. അല്ല ശരി തന്നെ, 77 രൂപ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റപ്പെടുത്തണമാരും കളിയാക്കണമാരും ലാസ്റ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുമ്പോൾ, കാരണം നമ്മൾ രക്ഷപ്പെടാൻ പാടില്ല, മനസ്സിലായ? നമ്മൾ ജീവിക്കാനേ പാടില്ല വിചാരിക്കണമാരെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. അതാണ് ഏറ്റവും വലിയ റിവഞ്ച്. അതുകൊണ്ട് അത് ചെയ്ത് നോക്കുക, സൂപ്പർ ഫീലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ചെയ്യുക. അതായത് ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കുക. അതായത് നിങ്ങൾ കൂട്ടുകാരും ബന്ധുക്കളും പലതും പറയും, അത് പഠിച്ചാൽ കൊള്ളാം, ഇത് പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ. പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എന്ത് ഇഷ്ടം എന്നുള്ളത്. അത് വേണം പഠിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഏതെങ്കിലും ജോലിക്ക് പോയി ഇഷ്ടമില്ലാത്ത ലൈഫ് ജീവിക്കണം. അതിനേക്കാൾ നല്ല ഇഷ്ടമുള്ളത് പഠിക്കുക, ഇഷ്ടമുള്ള ജോലി ചെയ്യുക, പെട്ടെന്ന് രക്ഷപ്പെടാം. മനസ്സിലായല്ലോ? ഇതാണ് ഇന്നത്തെ മെയിൻ മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്കി നിൽക്കണം. വാ. നമ്മളങ്ങനെ ഇമ്പീരിയൽ കിച്ചൺ എത്തിയിട്ടുണ്ട്. വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാം? ഈ സൈഡിൽ വയ്ക്കാം, കുഴപ്പമില്ല. ഇവിടെ നോ പാർക്കിംഗ് ഇല്ലല്ലോ. നമ്മളവിടെ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റിമാർ ഓടി വരും. ഹലോ ഇവിടെ പാർക്ക് ചെയ്യില്ലേ എന്ന് പറയും. ആശയം പോലെ അത്യം പറയല്ലോ, ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യും പോലെ ചില സമയത്ത്. ചില സെക്യൂരിറ്റിമാർ പാവമാണ്, നല്ലപോലെ മക്കളെ മാറ്റി വയ്ക്കാൻ പറയും. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. റെഡി ആയാലും വെയിറ്റ് 4 മിനിറ്റ് ആവും. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് കേട്ടാ. ഇപ്പോൾ മഴയില്ല, കുഴപ്പമില്ല. അതായത് നമ്മൾ പോകുമ്പോൾ മഴ പെയ്യാൻ പാടില്ല. അതേ സമയത്ത് റെയിൻ സർജും വേണം, എങ്കിലേ നമുക്ക് സമ്പാദ്യം കിട്ടുള്ളൂ അല്ലേ. 5611 ഇവിടെ ആരില്ലേ? ഹലോ മിസ്റ്റർ 5611, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. 5611 അതായിരിക്കും അല്ലേ? ആണെന്ന് തോന്നല്ലേ? എടുക്കട്ടാ? അതെ 5611. മന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ കേട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് 7.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 7 തവ ചപ്പാത്തിയാണ്. പോകേണ്ട സ്ഥലം പോങ്ങുമൂടാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ തണുപ്പ് വേണ്ട, നല്ലൊരു തണുത്ത ഫീലുണ്ട്. സൂപ്പറായിരുന്നു. വാ ഒരു നല്ല മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഒന്നും ദയ കാണിച്ച കൊള്ളായിരുന്നു. മേഘമേ അടടാ മഴടാ എപ്പോ പെയ്യുണ്ടാ. നമ്മളങ്ങനെ പോങ്ങുമ്പോൾ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. എല്ലായിടത്തും ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടാ. നമ്മളവിടെ പെയ്തില്ലല്ലോ പൂജപ്പുര ഭാഗത്തൊന്നും. ഷേ എന്തോന്ന് മഴ ഇത്. മഴത്തുള്ളി മാനൽ സംഗമം, ഉയർത്തുള്ളി മാനൽ സംഗമം, ഉയർ പോരൽ ആവി എന്നും കലയിൽ സംഗമം. ഇവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കാം എവിടെയാണെന്നുള്ളത്. ഇതുവരെ എനിക്കറിയാം കാണാതെ. ഇനി നമുക്ക് കോപ്പി അടിക്കാം, മീൻസ് മാപ്പ് നോക്കാം. പിന്നെ ആശ്രയിച്ചേ പറ്റൂ. ചില സമയത്ത് ടാപ്പ് കാണിക്കാം, അത് വേറെ വിഷയം. പറ്റിക്കല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നേരെ ഇപ്പോൾ റൈറ്റ് ആണല്ലേ? 350 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ തന്നെയല്ലോ. ഓക്കെ, വഴിയുണ്ടോടെ ഇങ്ങോട്ട്? ടാപ്പാവോ? ശരി, വാ പോയി നോക്കാം. മാപ്പേ, നീ പണി തരാൻ വേണ്ടിയുള്ള പ്ലാൻ മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, വേറെ വഴിയില്ല. ഇവിടെ വഴിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നു മാപ്പ്. ഇത് നമ്മൾ കയറിയ വഴി മാറിപ്പോയിട്ടാ. ദിസ് ഈസ് മൈ മിസ്റ്റേക്ക്, നോട്ട് മാപ്പ് മിസ്റ്റേക്ക്. കയറി മാറിപ്പോയി. ഇങ്ങോട്ട് അപ്പുറത്താണ് കയറേണ്ടത്. ഓക്കെ, ഈ മുടുക്കാ ആദ്യമേ പറയണ്ടേ ഈ മുടുക്കാണെന്നുള്ളത്. വായിക്കത്ത് പഴം. മാപ്പ് പറയാനൊന്നുമില്ല, നമ്മളിൽ നോക്കാത്തായിട്ട് പോകണം. ചെറിയ മുടുക്കാണ്, ഇതും വിശ്വാസമില്ല. കയറിപ്പോയി നോക്കാം. ഇത് എവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? വഴി ഉണ്ടോ ഇങ്ങോട്ടൊക്കെ? ചുമ്മാ കയറ്റി വിടാൻ ആവശ്യമില്ല ഈ മാപ്പ് കാരണം. നോക്ക് വഴിയില്ല. എന്തോന്നിടെ കാണിക്കേണ്ടത്? ഉള്ളതുപോലെ പറ. വഴി ഉണ്ടായില്ലേ? വേറെ വഴിയുണ്ട്. വാ, ഇവിടെ കയറണ്ട. നമുക്ക് എന്തായാലും മാപ്പിൽ നോക്കണ്ട. വിചാരിച്ച് നീ ഇത് പണി തരുമെന്ന്. ബിലാൽ അപ്പോഴേ പറഞ്ഞാണ് നീ പണി തരുമെന്നുള്ളത്. നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാൽ പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് തന്നെ വന്നത്. കാലി ഒരാണ് സത്യം പറയല്ലോ. നമുക്ക് വേറെ റൂട്ട് മാറ്റി പിടിക്കാം. അപ്പം ആദ്യം മെയിൻ റോഡ് കയറാം. കസ്റ്റമർ വിളിച്ചു നോക്കാം. ഞാൻ ഇപ്പം അങ്ങോട്ട് വരും. ഹോൾഡേനെ കോങ്ങമ്പോട് ജംഗ്ഷനിൽ നിന്ന് കയറി റൈറ്റ് അല്ലേ? ഫസ്റ്റ് റൈറ്റ്. ഒരു ഉരുട്ട് തമ്പുരാൻ ആർച്ച് ഉണ്ടല്ലോ, അവിടെ അകത്ത് കയറണോ? ഓക്കെ, ഇതാണ് മെയിൻ റൂട്ട്. ഇതുവഴി കയറേണ്ടത്. നമ്മൾ അതുവഴി കയറി വെറുതെ കറങ്ങിപ്പോയി. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. മാധവൻ വീട്, ആ വീടിനെ ചേർന്ന് വീടല്ലേ? ശരി, സർജ് ഇപ്പോഴും ഓണാണ് കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗൺ റെസ്റ്റോറൻറ്റ്, റെയിൻ സർജും ഉണ്ട്. സൂപ്പർ വേറെ ലെവൽ കേട്ടോ. വളരെ രക്ഷയില്ല. ഇന്ന് നമുക്ക് ചാകരയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 87 രൂപ 53 പൈസയാണ്. സർജുണ്ട് ഇതിനകത്ത്. അപ്പോൾ അടുത്ത ഓർഡർ സർജുണ്ട്. അപ്പോൾ എന്തായാലും സർജും ഫുള്ള് ഓണായിരിക്കും തോന്നുന്നു. മതി അങ്ങനെ കിടക്കട്ടെ അല്ലേ?
അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ട്. അതിപ്പോഴത്തേക്ക് ഒരു 10 മണിയിൽ ഓഫ് ചെയ്യണ്ട. ഇന്നെങ്കിലും ഇന്നൊരു 1000 സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ഓടിയായിരുന്നു ഒരു 356 കെട്ടിയായിരുന്നു ഇൻസെൻറ്റീവ് ഉൾപ്പെടെ. അപ്പോൾ വൈകിട്ട് ഒരു 700 കെട്ടിയും കൊള്ളായിരുന്നു. എല്ലാം കൂടെ 1000 കെട്ട് കഴിഞ്ഞാൽ 200 പെട്രോൾ പോയാൽ ബാക്കി 800 നമുക്ക് കയ്യിൽ വരും. സൂപ്പർ. ഓക്കെ, അങ്ങനെ പേരകൾ എത്തിയിട്ടുണ്ട്. അന്ന് തിരക്കുറവാണ്. ഇൻ്റർലോക്കൽ ഇളവറേട്ടാ, സൗണ്ട് കേൾക്കണം. പടക്ക് 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 ഇവിടെ എല്ലായിടത്തും മഴ പെയ്തിരിക്കണം. സംഭവം ശരി തന്നെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. 5900 5900. ഓക്കെ, കെട്ടി ഓർഡർ പിക്ക്ഡ്. അപ്പോൾ ഓക്കെ, പോകുന്ന തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്ഥലം വിടാൻ വലിയുന്നുണ്ടെങ്കിൽ ബൈക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാൽക്കുളങ്ങരയാണ്. ഇവിടുന്ന് 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ആലപ്പി വെജ് കറി, അപ്പം, ബീഫ് റോസ്റ്റാണ്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 7:45 ആവറായി. എന്തായാലും ദിവസം ഇതുപോലെ ഓർഡർ അടിച്ച് എന്ത് വേണം അല്ലേ? അടിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇതുപോലത്തെ മഴ മതിയായിരുന്നു. നീ വരുമ്പോത് ഞാൻ മറൈവേനാ തരികിടത്താ. മഴ പെയ്യുമ്പോൾ മഴക്കുള്ള പാട്ട് പാടണം, അതാണ് വൈബ് അല്ലേ? ഈ ഇടയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു. അത് സത്യം പറഞ്ഞ കോമഡി ആയിരുന്നു. സംഭവം ഡെലിവറി ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് പെണ്ണ് കെട്ടി കുടുംബമായിട്ട് ജീവിക്കുന്നത്, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം, നമുക്കൊന്നും പെണ്ണില്ലെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. മനസ്സിലായേ? ഇന്നത്തെ കാലത്ത് പല ക്വാളിഫിക്കേഷൻ പറയും. ഡിഗ്രി വേണം, വലിയ ജോലി വേണം, വീട് വേണം, കാർ വേണം എന്നൊക്കെ. അതൊക്കെ വേണം, എല്ലാവർക്കും അത് വേണമെന്നില്ല അല്ലേ? അത് അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. അത് പെണ്ണായാലും ചെറുക്കനായാലും ശരി, കൂടുതൽ എക്സ്പീരിയൻസ് വയ്ക്കാൻ പാടില്ല. എനിക്ക് കെട്ടാൻ പോകുന്ന പെണ്ണ് നല്ല സൗന്ദര്യം വേണം, നല്ല ഒരു കുറച്ച് സെറ്റിലായിരിക്കണം, കുറച്ച് പണം വേണം, കുറച്ച് ഉരുപ്പടിയൊക്കെ ഇടണം, വീട് വേണം, കാർ വേണം, അതൊന്നും ആലോചിക്കാൻ പാടില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് വയ്ക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത കമ്പനി സൊമാറ്റോ അല്ല, വേറെ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു, ചെറിയ സാലറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞാണ് ഈ പെണ്ണ് തന്നത്. അപ്പോൾ അവർ മെയിനായിട്ട് നോക്കിയത് പയ്യൻ്റെ സ്വഭാവം, പയ്യൻ്റെ കുടുംബം, മെയിനായിട്ട് ഈ 2 കാര്യം നോക്കിയുള്ളൂ. എനിക്ക് ആ സമയത്ത് വാടക വീടായിരുന്നു, ഇപ്പോഴും വാടക വീട് തന്നെ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അവർക്ക് എന്ത് പറയും, പാവപ്പെട്ട കുടുംബമായാലും നല്ല കുടുംബമാണ്, നല്ല ക്യാരക്ടറാണെന്ന് മനസ്സിലായാണ്. അങ്ങനെയാണ് ഈ പെണ്ണ് തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡ് നോക്കിയ മെയിൻ കാര്യം വേറെ ഒന്നുമില്ല. എനിക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പെണ്ണിൻ്റെ കുടുംബം ഇഷ്ടപ്പെട്ട്. നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, പെണ്ണിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്റ്റാറ്റസ് ഓക്കെ ആയി. അപ്പോൾ എനിക്കായാലും ആൾക്കാരും അങ്ങോട്ടും കൂടെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ എനിക്ക് കല്യാണപ്രായ സമയത്ത് ഞാൻ 10-15 പെണ്ണ് നോക്കിയില്ല, ഞാൻ ഒരു പെണ്ണെ നോക്കിയോളും. അതാണ് എൻ്റെ വൈഫ് വാണി. അവളെ നോക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഓക്കെ ആയി. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സിറ്റുവേഷൻ കാരണം ജോലി വിടേണ്ടി വന്ന്, പിന്നെ സൊമാറ്റോയിലോട്ട് ഇറങ്ങി, പിന്നെ കോവിഡ് വന്ന്, പിന്നെ വേറൊരു പുതിയ ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോവിഡ് കാരണം നിർത്തലായി. പിന്നെ ലാസ്റ്റ് അങ്ങനെ യൂട്യൂബിലോട്ട് ഇറങ്ങി, സൊമാറ്റോ ഇറങ്ങി. അപ്പോൾ അതൊരു വലിയ സ്റ്റോറിയാണ്. ഇതാണ് എൻ്റെ കഥകൾ. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് മനസ്സ്, അത് ആദ്യം ഫിക്സ് ചെയ്തേക്കണം. പിന്നെ അധികം എക്സ്പീരിയൻസ് വെക്കാൻ പാടില്ല. പെണ്ണിന് അത് വേണം, ഇത് വേണം എന്നൊക്കെ. നിങ്ങൾക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടാൽ അത് മതി, ഇത്ര തന്നെ. പിന്നെ അവരുടെ സൈഡ് അവർ ചെയ്യേണ്ടത് ചെയ്യുക, എത്ര തന്നെ. നമ്മൾ ചോദിക്കാൻ പാടില്ലൊന്നും. അവർ ചെയ്യേണ്ട ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേണം. പണം സമ്പാദിക്കാൻ പറ്റും, പക്ഷേ മനസ്സ് അങ്ങനെയല്ല. മനസ്സ് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ ചേരാൻ പാടില്ലാത്ത ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാൽ ആകപ്പെട്ട പ്രശ്നമാണ്. ലൈഫ് ലോങ് ഫുള്ളും അടിയായിരിക്കും. പിന്നെ നമ്മളതിൽ എത്ര പൈസ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനം കാണില്ല. ഫസ്റ്റ് വേണ്ടത് മനസ്സാണ്. നല്ലപോലെ സ്വഭാവം ചേർന്ന് പോകണം. അപ്പം അങ്ങനത്തെ കുടുംബം ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം സുഖമായിട്ട്. എല്ലാം ഉള്ളവൻ തന്നെ കല്യാണം ജീവിക്കണം നിർബന്ധമൊന്നുമില്ല, ഇല്ലാത്തവന് ജീവിക്കാം. പിന്നെ നമ്മൾ അധ്വാനിച്ച് രക്ഷപ്പെടണം എന്നൊരു വിചാരം എപ്പോഴും മനസ്സിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ മാരേജ് ലൈഫ് ഉറപ്പായിട്ട് വിജയിക്കും. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ തന്നെ ആർടെക് ഫ്ലാറ്റ്. ഓക്കെ, ഇവിടെ തന്നെ ഇതായിരിക്കണം. ഫ്ലാറ്റ് നമ്പർ 1H. -1 ആകുമ്പോൾ ബനി നിറച്ചിട്ടാ. അപ്പോൾ തന്നെ പുതിയ ബനി വേണ്ട സമയമായി. ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ? ശരി, ഓക്കെ ഓക്കെ. ഓർഡർ ഡെലിവറി. അപ്പോൾ ഓക്കെ, പോകാമെന്നാ. ഓർഡർ കൊടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 95 രൂപ 84 പൈസയാണ്. അപ്പോൾ നേരെ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് കടൽ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്, കുന്നുംപുറമാണ്. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം കാശ്, അത്ര തന്നെ. സൂപ്പർ കേട്ടോ. ഓർഡറൊക്കെ നല്ല അടിപൊളി പേയ്മെൻറ്റ്. ഇന്നത്തെ ലക്ക് തന്നെ, സത്യം പറയാമല്ലോ. ഓക്കെ, കടലെത്തി. കടൽ റെസ്റ്റോറൻറ്റ്. ഓക്കെ, സൂപ്പർ, റെഡി ആയിട്ടാ. ഡിലേ ഒന്നുമില്ല, ഒരു ഓർഡർ ഡിലേ ഇല്ല. എല്ലാം പെട്ടെന്ന് കേട്ടയാണ്. അപ്പോൾ പെട്ടെന്ന് നിറയെ ഓർഡർ എടുക്കുകയും ചെയ്യാം, നല്ല സമ്പാദിക്കുകയും ചെയ്യാം അല്ലേ? അയ്യോ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്ത് തന്നെ. ഇവിടുന്ന് 850 മീറ്റർ ദൂരമേ ഉള്ളൂ. വഞ്ചൂരാണ്. കൊണ്ടുപോകുന്ന ഐറ്റം ബറോട്ട ആൻഡ് ബയോളി ചിക്കൻ ഫ്രൈ പ്ലേറ്റാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:20 അപ്പോൾ ഇനി 1.5 മണിക്കൂർ സമയമുണ്ട്. ആ 1.5 മണിക്കൂർ ഒരു 5 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. നോക്കാം. ഇലക്ഷനൊക്കെ വരാൻ പോണ്. ആർക്കൊക്കെ വോട്ട് കിട്ടുന്ന ഒരു പിടിയില്ല. വോട്ടുകളൊക്കെ മാറും, എല്ലാം മാറും.
അപ്പോൾ ഇപ്രാവശ്യം ആർക്ക് കൂടുതൽ വോട്ട് കിട്ടും ആർക്ക് കുറവ് വോട്ട് കിട്ടും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കൊള്ളായിരുന്നു. ചുമ്മാ ഒരു രസം അത്ര തന്നെ. ഇതെങ്ങോട്ടാണ് പോകുന്നത് ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ പ്ലേ സെൻറ്റർ കൊടുത്ത് വോട്ട് നീ എവിടെ കാണിക്കണം? നീ റൈറ്റ് എന്ന് കാണിച്ച് റൈറ്റ് പോയപ്പോൾ നീ ഇങ്ങോട്ട് കാണിക്കണില്ല. ശരി, ഒന്നേ പോവാം. ബാ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയാണേ. മോഞ്ഞേ കറക്റ്റപ്പുറം മോഞ്ഞേ. ഞാനൊരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഇനി ഇപ്പോൾ കറക്റ്റ് കാണിക്കും മാപ്പ്. നമ്മളടുത്താണ് കളി അവൻ്റെ. നമ്മളെ വട്ടാക്കിയ നമ്മൾ അവനെ വട്ടാക്കും അല്ലേ? ഇവ സാധാരണമാണ് ആളിലെ സമയം. ഇവ രക്തത്തിലെയോ നരമ്പിലെയോ വേറെ ഏതോ ഒന്ന് ഊരി കിടക്കും. ഇപ്പോൾ റീസെൻ്റ് റോഡ്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് പോയി ലെഫ്റ്റ് അല്ലേ? അതല്ല ഞാൻ ആദ്യം പോയത്. നീ എന്തോന്നെ കാണിക്കണം, ആളെ വട്ടാക്കണം. ഇവിടുന്ന് റൈറ്റ് പോയിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഇവിടുത്തെ ഞാൻ ആദ്യം കയറിയപ്പോൾ നീനെ ബാക്കിൽ പോകാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം തള്ള. ഈ ഏരിയ, അയ്യോ, ഈ ഏരിയയിൽ ഒരിക്കലും 10-15 പട്ടീനെ ഓടിച്ച് ഡെഡ് എൻഡ് ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ യൂട്ടേൺ എടുത്ത് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് വന്ന് പിന്നെ ഇവിടെ അടിച്ചു കയറണം. ഇവിടെ എന്താ ഇങ്ങനെ നടക്കണം സ്ലാബൊക്കെ? മിക്കവാറും മൂങ്കിൽ കാടുകളാവും. എന്തോ ഒരു പണി കെട്ടാൻ പോകണമെന്ന് മാത്രം മനസ്സിലായി. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാ. നീ എങ്ങോട്ടാടാ പോകുന്നത് മാപ്പ്? ശരി, ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. ആ പട്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പട്ടി ഉണ്ടെന്ന്. ഒന്നേ ഉള്ളൂ, 1-2 എന്നാൽ ഞാൻ ഈ വഴി ഒതുങ്ങിപ്പോയിക്കോളാം. കറക്റ്റ് ഈ സ്പോട്ടിൽ തന്നെ ഇവിടെ തന്നെ പട്ടി ഓടിച്ചു തന്നെ കറക്റ്റ് അതേ സ്പോട്ടിൽ ഇവിടെ നിൽക്കുകയാണ്. അതാണ് പക്ഷെ 2 പട്ടിയേ ഉള്ളൂ, കുഴപ്പമില്ല. ഡെഡ് എൻഡ് വഴിയില്ല, പറഞ്ഞില്ലേ. ഈ പട്ടികൾ ഓട്ടിക്കൂല എന്ന് വിശ്വസിച്ചാണ് പോകുന്നത്. എൻ്റെ അമ്മ 3 പട്ടിയുണ്ടോ? ഞാൻ എന്തിനിപ്പോൾ ഇങ്ങോട്ട് പോകണം ആവശ്യമില്ലാതെ? അയ്യയ്യേ, ആ ഇവിടെ തന്നെ കറക്റ്റ്. പക്ഷെ എൻ്റെ അമ്മ എത്ര പട്ടികളിവിടെ. അന്ന് വന്നപ്പോൾ എന്നെ ഓടിച്ച് തള്ളി, ഇന്ന് ഓടിച്ചില്ല, എന്തോ ഭാഗ്യം. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ 2 വീടാണ്. ശരി, വിളിച്ചു നോക്കാം. വാ. ആ, സൊമാറ്റോ ആണേ. അങ്ങോട്ട് നേരെ പോയ വഴിയുണ്ടോ? പോകാലോ? ശരി, ഓക്കെ, താങ്ക് യു. ശരിയാണ്, പോന്നാ, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 22 രൂപ 27 പൈസയാണ്. സർജൊക്കെ ഓഫായി തീർന്നു. ഇനി മഴയൊന്നുമില്ലല്ലോ, നേരത്തെ മഴയില്ലായിരുന്നു, ഒട്ടും മഴയില്ല. പക്ഷേ സർജ് ഓഫ് ചെയ്യണ്ടായിരുന്നല്ലേ, ഇരിക്കട്ടായിരുന്നു. ശരി, കെട്ടിയവർക്ക് ലാഭമല്ലേ. ഇപ്പോൾ എങ്ങോട്ട് പോകാം? ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം? അടുത്ത് ഓർഡർ അടിച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ഫാമിലി റെസ്റ്റോറൻറ്റ്, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ. റൈറ്റ് പോകണം. കുതിരപ്പുറത്ത് പോകുമ്പോഴുണ്ട്. നെഞ്ചമുണ്ട് നേർമയുണ്ട് ഓടു രാജ, നേരം വരും കാത്തിരുന്ന് പാറ് രാജ. MGR പാടുന്ന പാട്ടാണ്. MGR കുതിരവണ്ടി പോകും, ആ പാട്ടാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരണം ഈ റൂട്ടിൽ പോകുമ്പോൾ. റോഡ് കിടക്കണ കിടപ്പ് കണ്ട കംപ്ലീറ്റ് പൊടി അടച്ചേക്കാം. അതായത് പൊടി അലർജി ഇല്ലാത്തവർക്ക് പോലും അലർജി ഉണ്ടാകും, അത്ര പൊടിയാണ് ഇവിടെയൊക്കെ. സ്വീറ്റ് ആൻഡ് സ്പൈസി എത്തിയിട്ടുണ്ട്. ബ്ലഡി സ്വീറ്റ്. ഓക്കെ, ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണിയായിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുട്ടത്തറയാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് റോസ്റ്റ് വിത്ത് ബെറോട്ട കോമ്പയാണ്. ബീഫ് റോസ്റ്റ് ബെറോട്ട അങ്ങനെ ആയിരിക്കും. ആ ബെറോട്ടയെ പിച്ചെടുത്ത് വലിയ പീസ് എടുത്തിട്ട് അങ്ങനെ ബെറോട്ട കൊണ്ട് ആ ബീഫിനെ പൊതിഞ്ഞെടുത്ത് ലൈറ്റായിട്ട് ഗ്രേവിയിൽ മുക്കിയിട്ട് വായിക്കാത്ത ഇട്ട് കഴിഞ്ഞാൽ സ്വർഗം അല്ലേ, അന്തസ്. ഓക്കെ, നമ്മളങ്ങനെ മുട്ടത്തറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരാണ് പോകേണ്ടത്. റൈറ്റ് പോയാൽ വലിയുറ, ലെഫ്റ്റ് പോയാൽ മണക്കാട്. നമ്മൾ നേരെ പോകണം. നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് എടുക്കണം, MLA റോഡ് എന്ന് പറയും. ഓക്കെ, നമ്മളങ്ങനെ MLA റോഡ് കയറിയിട്ടുണ്ട്. അവിടെയാണോ ദിവ്യ അല്ലേ? ഓക്കെ, അവിടെയാണോ? ശരി. 178 ചില്ലറ നോക്കട്ടെ. 322 അല്ലേ ബാക്കി? മതിയല്ലോ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. 178 രൂപ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 48 രൂപ 15 പൈസയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത് നേരെ പോയിട്ട് മണക്കാടിലോട്ടാണ്. അവിടെ പോയി അടുത്ത് ഓർഡർ അടിക്കും, ഉറപ്പാണ്. ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 8:50 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇസ്താൻബുളിലാണ്, മണക്കാട് അടുത്ത് തന്നെ പോകണം. ആ പോട്ടെ. ശരി, ഓക്കെ. ഇപ്പോൾ ഇസ്താൻബുൾ എത്തിയിട്ടുണ്ട്. ഇസ്താൻ അല്ലേ? ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കല്ലാട്ടുമുക്കാണ്. ഇവിടുന്ന് 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം റുമാലി ചിക്കൻ ഷവർമയാണ്. പൗർണമി നഗർ ഇവിടെയാണ് പോകേണ്ടത്. കല്ലാട്ടുമുക്ക് പൗർണമി നഗറിലോട്ട് ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ നിൽപ്പുണ്ടേ, ഗേറ്റിൻ്റെ അവിടെ. ഓക്കെ, ശരി. പട്ടി വല്ലതും ഉണ്ടോ എന്തോ. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 28 രൂപ 61 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പൊറോട്ട ഹട്ടിലാണ്. ഓക്കെ, അങ്ങനെ പൊറോട്ട ഹട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് ചോദിച്ചു നോക്കാം.
റെഡി ആയി കാണോ? സ്റ്റഫ്ഡ് ചിക്കൻ പൊറോട്ട ചോദിച്ചേക്കും, പറയാൻ പോയിട്ടില്ല. റെഡി ആയി കാണും, റെഡി കൊടുത്ത് കാണില്ല. റെഡി ആയി കാണോ? ആയില്ലേ? ഓ പൊറോട്ട ഇട്ട് വേവിക്കുന്നുണ്ടാ. ഈച്ചയാണോ? ഈച്ച അത് അയ്യോ. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം സ്റ്റഫ്ഡ് പൊറോട്ട എന്താണല്ലോ. ഇതൊരു കാര്യം, അവിടെ പൊറോട്ടയ്ക്കകത്ത് 2 ഈച്ച വീണായിരുന്നു. ഞാൻ കണ്ട് പറഞ്ഞപ്പോൾ പുള്ളി എടുത്ത് മാറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞ ഈച്ച മാത്രം മാറ്റിയാൽ പോരാ, പൊറോട്ട എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കളഞ്ഞ് കാണുമായിരിക്കും. ഇത് മനഃപൂർവ്വം ചെയ്യണമല്ലോ, അബദ്ധം പറ്റിയാണ്. എന്നാലും ശ്രദ്ധിക്കണം അല്ലേ. ട്രിവാൻഡ്രത്തിലെ മുഖ്യ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റും മാക്സിമം ഓപ്പൺ ആയിട്ടാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം മാക്സിമം, കാരണം ആഹാരം കഴിക്കേണ്ട സാധനമാണ്. ഓക്കെ, നമ്മൾ ഇവിടെത്തി കഴിഞ്ഞു. ഗോപ്രോ ചാർജ് ചെയ്ത് ഓഫായി. സംഭവം കുറേ സംസാരിച്ചായിരുന്നു, അതുകൊണ്ട് ചാർജ് ചെയ്ത് ഓഫായി. ഇടയ്ക്കിടയ്ക്ക് ഓണായി, പിന്നെ ഓഫായി. അപ്പോൾ ലാസ്റ്റ് ഓർഡർ കൊടുത്തപ്പോൾ ഓഫായി തോന്നും. ശരി, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എത്രയെന്ന് പറയണ്ടേ? സൂപ്പറാണ്, നല്ല ഓട്ടം. ഇങ്ങനെ ദിവസം ഓടിക്കഴിഞ്ഞാൽ എന്ത് വേണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് മഴ പെയ്യേയും വേണം, പെയ്യാനും പാടില്ല. സർജ് ഓണായി കിടക്കുകയും വേണം ഫുൾ ടൈം ആയിട്ട്. എങ്കിൽ നല്ല സമ്പാദ്യമാണ്. സൊമാറ്റോ ഒരു സൂപ്പർ ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 523 രൂപ. അതിൽ വന്നിട്ട് 100 രൂപ ഇൻസെൻറ്റീവ്, 65 റെയിൻ സർജ്, മഴ പെയ്തതിൻ്റെ പേരിൽ സർജ് കിട്ടിയതാണ്. മൊത്തം 8 ഓർഡറാണ്. മൊത്തം ഓടിയ കിലോമീറ്റർ 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഓടി കണക്കൂടെ പറയാം. ഉച്ചയ്ക്ക് കിട്ടിയ മൊത്തം 7 ഓർഡർ 357 രൂപ, ഇൻക്ലൂഡിങ് ഇൻസെൻറ്റീവ് ചേർത്തിട്ടാണ്. അപ്പോൾ 357 ഇപ്പം കിട്ടിയ പേയ്മെൻറ്റ് എല്ലാം ചേർത്ത് മൊത്തം കിട്ടുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 880 രൂപ കിട്ടിയിട്ടുണ്ട്. സംഭവം ലാഭമാണ്, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഇതുപോലെ മഴ പെയ്തെങ്കിൽ എല്ലാം കൊണ്ട് 1000 മഴ കിട്ടിയേനെ. ഉച്ചയ്ക്ക് മഴയില്ലല്ലോ, നല്ല വെയിലല്ലേ. ഓക്കെ, ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റയിൽ വന്നിട്ട്. പുള്ളിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പേര് പ്രശാന്ത് BS. അപ്പോൾ ഹായ് പ്രശാന്ത്, സുഖമാണല്ലോ? ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ് എന്ന് പറഞ്ഞ് കട്ടൊക്കെ നിൽക്കണം അപ്പോൾ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഹായ് പറഞ്ഞോണ്ട് സന്തോഷമായല്ലോ, ഹാപ്പി ആയല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, തീർന്നല്ലോ, ഒന്നും പറയാനില്ലല്ലോ. വൈശു എന്താ പറയണ്ട? ആവശ്യമില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ ഞാൻ പോവുകയാണ്, മതി അല്ലേ, ഉറക്കം പറഞ്ഞ്. പിന്നെ ഒരു കാര്യം, കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ടോ, സോറി. അപ്പോൾ ഞാൻ മറന്നുപോയി, അതായത് വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഞാൻ അറിയാതെ കാപ്പി പിടിച്ച് പോയി. ശരി, കുഴപ്പമില്ല. കാപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും കടലക്കറി, മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു മാങ്ങാച്ചാർ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. മണിപ്പോൾ കറക്റ്റ് 12 ആവാറെ. കുറച്ച് നേരം TV കാണണം, പിന്നെ കിടന്ന് ഉറങ്ങണം. പിന്നെ നാളെ രാവിലെ നേരത്തെ എഡിറ്റ് ചെയ്യണം. നാളെ വൈകിട്ട് ഒരു 7 മണിക്ക് മുമ്പ് വീഡിയോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ലൈഫേ ഉള്ളൂ. നോക്കി കണ്ടാൽ ജീവിച്ചോ അല്ലേ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്. കട്ടക്ക് നിൽക്കണം, കട്ടക്ക് തന്നെ നിൽക്കണം. പിന്നെന്ത് പറയാനുള്ളത്? കട്ടക്ക് നിൽക്കണം. വാ 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 വാ. ഓക്കെ, എത്ര വാ 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 വാ.